वानी, रेशमी और मैं स्वाति आज के विमान टर्मिनल हिंदी और अंग्रेजी बोल सकते हैं। हम आपकी सुरक्षा से लेकर फर्स्ट एड तक आपकी देखभाल करेंगे। ഹായ് ഗൈസ്, നമ്മൾ കൊച്ചിയിലെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ചെങ്ങായിമാരെ കാണാൻ ബാംഗ്ലൂർ പോയാലോ എന്നാലോചിക്കുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റും ബുക്ക് ചെയ്ത് നമ്മളിത് എയർപോർട്ടിലെത്തി. ഗൈസ്, നമ്മൾ ഉള്ളിലോട്ട് കയറി. നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. ഇതൊരു ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, നമ്മൾ നമ്മുടെ ഫോൺ സാധനങ്ങൾ സ്കാൻ ചെയ്യാൻ വെച്ചത്. അങ്ങനെ നമുക്ക് സാധനം തിരിച്ചു കിട്ടി നമ്മൾ ഗേറ്റിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കോഫി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കോഫിയൊക്കെ വാങ്ങി തന്ന് എന്നിട്ട് താഴെ അവരുടെ ഷോപ്പിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോഫിയും കൊണ്ട് നമ്മൾ താഴെ വന്നു. നമ്മളെ കടറ അവിടെ നിന്ന് നമ്മളിതാ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രോമയ്ക്ക് ഒരു പ്രമോഷനും ആവും. സാലി വന്നോണ്ട് സ്പീക്കർ കൊടുക്കും. ക്രോമ, അതെ ക്രോമ. ഞങ്ങള് പുറത്തുള്ള പ്രൈസിൽ തന്നെ എവിടെയും പുറത്തുള്ള ഐഫോണിന് ക്രോമയിലെ പ്രൈസ് അല്ല, ക്രോമയിലെ പ്രൈസ് അല്ല. 10,000 രൂപ വ്യത്യാസം. ഇത് ഒറിജിനലാ? അതെ അതെ, ഒറിജിനലാണ്. എല്ലാം ഒറിജിനലാ. ഇവിടെ ഒറിജിനൽ മാത്രമേ വിൽക്കാറുള്ളൂ. ടാറ്റയുടെ കമ്പനിയാണ്. ഇവിടെ ഒറിജിനൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഓള് പറയുന്നത്. കണ്ടിട്ട് ഞാൻ തോന്നില്ല. എല്ലാം ഒറിജിനലാ. അത് എഴുതിയിട്ടുണ്ട്. ടാറ്റ എംപ്ലോയിക്ക് ഡിസ്കൗണ്ട്. അതെ അതെ. കുഴപ്പമില്ല, നല്ല സൗണ്ട് ഉണ്ട്. അത് എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. എടാ പോടാ, ആകെ ഇത് തന്നെ സെറ്റപ്പ് ആക്കാൻ പറ്റും പാട്. ഇവിടെ പെറ്റിയൊന്നുമില്ല ഗൈസ്, ഒക്കെ വില കൂടുതലാണ്. സാലി കുറച്ചധികം എടുത്തു, എനിക്ക് ആവശ്യം വരും. സാലി ഫ്ലൈറ്റിലേക്കുള്ള ഫുഡും കൂടി എടുത്തിട്ടുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയാ. അപ്പോൾ
ഫ്രീ ആയിട്ട് വെറുതെ കൊടുക്കണ്ടല്ലോ. വെറുതെ കൊടുക്കാതെ മാത്രമേ ഉള്ളൂ. ഇനി എക്സ്പയർ എക്സ്പയർ ആയത് തന്നെ മാപ്പിളൊക്കെ നമ്മൾ കഴിച്ചല്ലോ. അപ്പ് കണ്ടില്ലേ സാധനം തന്നു. അപ്പൂന് അവിടെ നിന്ന് എടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഫോൺ എടുത്തോണ്ട. എയർപോർട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. കണ്ടോ ആ കയ്യിൽ നിന്ന് ഉരുക്കി പോടി. അത്ര വെൽക്കം. ഇത് മറ്റേ ആ സാധനമാണ്, മറ്റേ ഹാംസ്റ്റർ ഉള്ള വൈകിട്ട് കുത്തി ഒന്നും പറയാൻ നല്ല ടേസ്റ്റ് ആണ്. വെയിറ്റ് ആണ് ഗൈസ്, ഭയങ്കര എയർപോർട്ട് കണ്ടുവരാം. ഈ ഷെയ്ഡ് കണ്ണാടിയില്ല. അല്ല, അകത്ത് കണ്ണാടി ഉണ്ട്. നമ്മളെ ക്ലാസ് അത് പിള്ളേരുടെ സലി ഇവിടെ ഉച്ചക്ക്. എന്റെ മുഖം ചെറുതാണ്. കുട്ടികളാണില്ലേ ഇതാണ് വലിയവരെ. ആള് മാറി പോയി. ഇതും അതും മെയിൻലി ഇങ്ങനത്തെ യൂണിസെക്സ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം. is now ready for departure. For express guests, guests will infant and breakfast assistant and serving return members of our force, include first loyalty members from administrators and high-flight areas and inconvenience. Guests seated in 1 to 5 are requested to board now. And repeat 1 to 5. All other guests are requested to remain seated. Thank you. അതൊക്കെ നോൺ ബോർഡേഴ്സ്. അപ്പോൾ സ്റ്റാർട്ടിങ് 1700 കുറഞ്ഞ പിള്ളേരുടെ അത് 1700. ഇത് 1700 ഏറ്റവും കുറവ്. അതിൽ 10% ഡിസ്കൗണ്ടില്ല. അതിന് ഡിസ്കൗണ്ടിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. കാരണം അതിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ തീരെ കുറഞ്ഞു. ഇതും ഗേൾസിൻ്റെ അതൊക്കെ ലേഡീസ് മോഡൽ. ഈ മോഡൽ ലേഡീസ് അല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ 2-3 ഷോപ്പിലൊക്കെ വെറുതെ കയറി ഇറങ്ങി. നമുക്ക് എയർപോർട്ടിൻ്റെ ഫുള്ളൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഇൻഡിഗോ 6E470. അപ്പോൾ ഇതുവരെയും അതിൻ്റെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടില്ല, നമ്മൾ വെയിറ്റിങ്ങിലാണ്. കണ്ടവരൊക്കെ ഫ്ലൈറ്റ് കയറുള്ളവരാണ് തോന്നുന്നുണ്ട്. ഗൈസ് 9:45 ഫ്ലൈറ്റ് ആണ്, ഇപ്പോഴും ഡിലേ ആണ്. ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഗൈസ് അങ്ങനെ ഫൈനലി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് പോവാണ്.
താങ്ങാത്തൊരു ബാഗുണ്ട് തോളത്ത്. ഗായ്സ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ എയറോ ബ്രിഡ്ജ് കയറിയതാ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ടെത്തി. ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാൻ ഇനി വെറും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ക്യാബിൻ ക്രൂവിന് ഒരു ചെറിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ വന്ന് നമ്മുടെ സീറ്റിലിരുന്നു. നമ്മുടെ വിൻഡോ സീറ്റാണ് കേട്ടോ. ഒരു ഫ്രണ്ട് ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ വേറെ പൈസയും അധികം കാര്യമൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് തന്നെ വിൻഡോ സീറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. ഫസ്റ്റ് ഫ്ലൈറ്റിന് നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. And we'll be almost ready to push back in another 5 minutes. Please sit back, relax and enjoy the flight. Thank you. अपनी सीट पर बैठ जाएं और प्रस्थान के लिए all vessels to deepen closing door for departure to 157 Indigo. നമ്മൾ അപ്പുറത്ത് പുറത്തൊന്നും ആരില്ല, ഒറ്റക്കാണ്. വിൻഡോ സീറ്റിൽ ഒറ്റയ്ക്ക്. Available for a fee with a receipt. Unwind in sleep, remember. We will be happy to ഇവിടെ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന്. വണ്ടി അനങ്ങണമൊക്കെ ഉണ്ട് കാഴ്ച, പക്ഷെ ഇപ്പോഴും പൊന്തിയിട്ടില്ല. वानी, रेशमी और मैं स्वाति आज के विमान कर्मिनल हिंदी और अंग्रेजी बोल सकते हैं। हम आपकी सुरक्षा से लेकर फर्स्ट एड तक आपकी देखभाल करेंगे। हम आपकी सेवा में उपस्थित हैं। हमें बेहद खुशी है कि हम आपको हमारे देश के साथ जोड़ सके। प्रस्तुत है इंडिया बाय इंडिगो। धन्यवाद। അങ്ങനെ ഫ്ലൈറ്റ് മൂവായാൽ തുടങ്ങി. പിന്നെ നമ്മൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നു. പതുക്കെ പതുക്കെ മൂവായതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കണ്ടു സ്പീഡ് അങ്ങോട്ട് പോകും. പെട്ടെന്ന് ചെറിയൊരു പേടിയൊക്കെ വന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറല്ലേ. ഫ്ലൈറ്റ് പെട്ടെന്ന് ടേക്ക് ഓഫ് ആയതും അടിവയറ്റുന്നൊരു സാധനം പെട്ടെന്ന് മേലോട്ടാണ് കയറി. കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കാരണം താഴോട്ട് നോക്കിയാൽ നെടുമ്പാശ്ശേരി മുഴുവൻ നമുക്കത് കാണാം.
കാഴ്ചയൊക്കെ കണ്ടിരുന്ന് ബോറടിക്കൽ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഇന്ത്യക്കോൻ്റെ ഒരു ബുക്ക് ഇരിക്കണം. പിന്നെ അതും നോക്കി ആദ്യത്തെ ഫോട്ടോസൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അതും കഴിഞ്ഞ് വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് മക്കളെ, അടിപൊളി. അങ്ങനെ അവസാനം നമ്മൾ ലാൻഡായി ഗൈസ്. ഇതാണ് ബാംഗ്ലൂർ കമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് നമ്മളെ കൊച്ചി എയർപോർട്ടുമാരൊന്നുമല്ല, അത്യാവശ്യമല്ല അതിലും ഒരുപാട് വലുപ്പവും വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എയർപോർട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അള്ളാൻ്റെ ഭൂമിയിലോട്ട് കാലുത്താനായി. ഇതാ വണ്ടി വന്ന് നിർത്തുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പോവാണ്. നമുക്ക് പെട്ടിയൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അവസാനം എൻ്റെ ആയി തോന്നുന്നുണ്ട് ഇതാ എത്തി. അങ്ങനെ എയർപോർട്ടിൻ്റെ ലാസ്റ്റ് എത്തി. അതാണെങ്കിൽ ഒരു സംഖ്യക്ക് നടക്കാനുണ്ട്. നടന്ന് എത്തി. ബാഗാണെങ്കിൽ 10-20 കിലോ ഉള്ളതുകൊണ്ട് താങ്ങണമില്ല, പെട്ടു മനസ്സാണ്. ഇതാണ് ഗായ്സ് എയർപോർട്ട് എത്തി. നമ്മൾ എയർപോർട്ടിൻ്റെ എൻ്റെ എത്തി. പുറത്തേക്ക് ഇറങ്ങാനായി എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഫുള്ള് പെട്ടിക്കടകളാണ്. യെസ്, അങ്ങനെ എക്സിറ്റ് ഉണ്ട്. ചെങ്ങായിമാർ കൊണ്ടുവരാൻ വരാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി എത്ര മണിക്കൂർ പോസ്റ്റ് എടുത്ത് നമുക്ക് കണ്ടറിയാം ഗൈസ്. നമ്മളിത് എയർപോർട്ടിൻ്റെ പുറത്തൊന്നും ഇരിക്കൽ തുടങ്ങിയിട്ട് 10-20 മിനിറ്റ് കഴിഞ്ഞു. ചെങ്ങായിമാർ കൊണ്ടുവരാൻ വരാനിട്ട് ഉമ്മമാരുടെ അഡ്രസ്സും ഇല്ല. വരുവക്കാരെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് പറയുന്നത് നൻപരുത് ഗൈസ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടോ അവന്മാരെ കാണാനില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാലോ എന്ന് കരുതിയിട്ട്. കൊച്ചി എയർപോർട്ടുമാരെയൊന്നല്ല ഗായ്സ്,
ഇത് അത്യാവശ്യം വീതിയും വലിപ്പമുള്ള എയർപോർട്ടാണ്. അപ്പോൾ മക്കളെ, ഇതാണ് രംഗണൻ അത്രയും വലിയ സെറ്റപ്പ് ആക്കിയ നമ്മുടെ ഗംബഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗൈസ്, അങ്ങനെ 1 മണിക്കൂർ പോസ്റ്റ് ഇട്ടിട്ട് അവസാനം പിക്ക് ചെയ്യാൻ ആൾ വന്നു. എനിക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ട് എത്താൻ 1 മണിക്കൂർ തയ്ച്ചു വാന്തി വന്നിട്ടില്ല. പക്ഷേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരാൻ ഓരോരുത്തർക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. ഒരു നായി എപ്പോഴോ വരാറിട്ടതാ 1 മണിക്കൂർ ശേഷം വന്നിക്ക. അങ്ങനെതാ ആളെത്തി. ഒരാളൂടി ഉണ്ട് വണ്ടി കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഇതാണ് ഗൈസ് അടുത്ത ആള്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിന് മുമ്പിലുണ്ടാവും എന്ന് പറഞ്ഞതാ. എങ്ങോട്ടാ പോണ ഇത്ര കഷ്ടപ്പെട്ടിട്ട് മാറിക്കടി അവിടെ. അങ്ങനെ നമ്മള് ബാംഗ്ലൂർ എത്തി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളവിടുന്ന് നൈസായിട്ടൊരു നല്ലൊരു ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ റൂമിൽ പോകാൻ നോക്കി. റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി പോണേക്ക് ഫ്രണ്ട്സിൻ്റെ ആണ്, അവരെ കൊടുത്തിട്ട് നടന്നിട്ട് വേണം റൂമിൽ പോകാൻ. അങ്ങനെ ഫൈനലി നമ്മൾ റൂമെത്തി ഗൈസ്. ഇനി ബാംഗ്ലൂരിലത്തെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീട്ടിൽ കാണുമായിരിക്കും. ബൈ.